ഹലോ ഗൈസ്, അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പോകണം എങ്ങോട്ടാന്നുള്ളത് ഒരു റീലോടെ തന്നെ കാണിച്ചു തരാം. അതിനു മുന്നേ ഈ ഷോ ഒക്കെ ഒന്ന് കണ്ടുപോകും. ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സൺസ്ക്രീൻ ഇട്ടില്ല എന്നുള്ളത്. അതിനുള്ള പോക്കാണ് ഈ കണ്ടത്. ഇനി നേരത്തെ പറഞ്ഞ റീല് ഇതൊന്ന് കണ്ടിട്ടോ. അന്നദാനം കിട്ടുന്ന ഒരു അമ്പലം നിങ്ങൾക്കറിയോ? നമ്മുടെ കല്ലൂരുള്ള പാവക്കുളം മഹാശിവക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ നല്ല ചോറും കറിയും ഉപ്പേരിയും അച്ചാറും രസവും പായസവും ഒക്കെ നല്ല അടിപൊളി സദ്യയാണ് ഇവിടെ ഉണ്ടാവുന്നത്. പോകാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും പോയി നോക്കണേ. എക്സ്പെക്റ്റേഷൻസ് ആണ് നിങ്ങളാ കണ്ടത്. ഇനി റിയാലിറ്റി എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇനി ആരെങ്കിലും കണ്ടിട്ട് അങ്ങോട്ടേക്കാരും പോകണ്ട, അവിടെ ഫുഡില്ല, ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം ഫുഡ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി ഫുഡും കഴിച്ചിട്ട് ലുലു മാളിൽ പോയി. ഒരു സൺഡേ ആണല്ലോ, ഒരു കറക്കം. ഇത് പിന്നെ സാറ്റിസ്ഫാക്ഷനാണ്. മെട്രോ കയറാൻ പൈസ സെറ്റാക്കണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടത്താം, കുറച്ച് പട്ടിഷോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഈ സ്റ്റേഴ്സും നോക്ക്, സ്നേക്ക് ആൻഡ് ലാഡർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടല്ലേ. ഒരു മെട്രോ അങ്ങോട്ട് പോകുന്നു, വേറൊരു മെട്രോ ഇങ്ങോട്ട് വരുന്നു. നമുക്ക് വേണ്ട മാത്രം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതിന് വെയിറ്റ് ചെയ്ത് സംഭവത്തി. അങ്ങനെ മെട്രോ വന്നപ്പോൾ നമ്മൾ നേരെ വലതുകാലം എടുത്ത് വെച്ചിട്ട് മെട്രോയിലേക്ക് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ലൈഫല്ലേ ബോസേ, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഇടപ്പള്ളിലെത്തിയപ്പോഴത്തേനും ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. എന്ത് വന്നം വിട്ടിരിക്കുകയാണ് ആൾ. മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ലുലുവിലേക്കുള്ള വഴി പിടിച്ചു. അങ്ങനെ നടന്ന് ലുലു എത്തി. പിന്നെ ഒരു നന്മവരത്തിനെ കാണിച്ചു തരാം. സ്ക്രിപ്റ്റാണെന്ന് കണ്ടാൽ പറയില്ലെങ്കിലും സ്ക്രിപ്റ്റാണ്, അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിൽ കയറി പിന്നെ പറയണ്ടല്ലോ, സൺഡേ ആയതുകൊണ്ട് കാല് കുത്ത സ്ഥലമുള്ളതല്ല. നേരെ പിടിച്ച് ഫുഡ് കോർട്ട് ചെന്നപ്പോൾ ഒരു പട ഒന്ന് കണ്ടുപോക്ക്. ഇതിന് മാത്രം തിരക്കെടുക്കാൻ ഇവിടെ എന്താണെന്നുള്ളതെന്ന് പറയണില്ല, കാരണം ഇല്ലാത്തൊന്നും ഇല്ലല്ലോ അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മൊത്തം കറങ്ങിടക്കലേന്ന് പണി. പിന്നെ നേരെ പോയത് പിള്ളേർ സെക്ഷനിലേക്കാണ്, ഗെയിമിംഗ് സെക്ഷൻ. നമുക്ക് കയറാൻ പറ്റില്ലെങ്കിലും കണ്ടിരിക്കാമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് കയറണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രായം കഴിഞ്ഞു പോയല്ലോ. ചെറുപ്പത്തിൽ ഇവിടെ കയറാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ പൈസ അല്ല, വലുതായപ്പോഴാണെങ്കിൽ കയറ്റുമില്ല. ഇതൊന്ന് നോക്കിയേ, പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത ഗെയിമാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ പാരൻസ് ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തൊരു ലക്കിയാണല്ലേ. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്നുണ്ട്, പക്ഷെ ഇരിക്കാൻ തുള്ളി പോലും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറേ നിൽക്കുകയാണ്. അതിനുശേഷം ഞാനും വൈഷ്ണവും കൂടെ താഴെ മൈക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. കാരണം കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ മൈക്ക് വാങ്ങിയിട്ടില്ല. പ്രൈസ് കണ്ടപ്പോൾ വാങ്ങാനും തോന്നിയില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മൈക്കിൻ്റെ ഒരു ടാറ്റയും കൊടുത്തിട്ട് പയ്യെ അവിടെ നിന്ന് തെറിച്ചു. എന്നിട്ട് പിന്നെ നേരെ ഒരു ടെക്സ്റ്റൈൽസ് കയറിയിട്ട് വെറുതെ കയറിയതാണ്, എന്തെങ്കിലുമൊക്കെ വേണ്ട മെമ്മറി. ഇത് കണ്ടപ്പോൾ വല്ലാണ്ടങ്ങ് റൊമാൻറ്റിക് ആയിപ്പോയി. പക്ഷെ കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അവിടെ നിന്നും തെറിച്ചു. പിന്നെ ഒരു ഡിങ്കുവിനെയും മിങ്കുവിനെയും കണ്ടു. വേൾഡ് കപ്പായപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയേ, കട്ട അർജൻറ്റീന ഫാൻസ് കയറി. ഇതൊരു ഡൊമിനോസ് ഓർഡർ ചെയ്ത കഥയാണ്. അവിടെ പോയി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാം. അങ്ങനെ പിസ്സയൊക്കെ കിട്ടിയിട്ട് ഹാൻഡിൽ വിത്ത് കയറുന്ന പറഞ്ഞിട്ട് വൈഷ്ണവ് ഏൽപ്പിച്ച് നമ്മൾ ചീറ്റി പോയിരുന്നു. വരുന്ന നോക്കി ഒരു കാറ്ററിംഗ് ബോയിന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇത്രയും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് പാവം ഒരു കാറ്ററിംഗ് ബോയൊക്കെ ഇട്ടു. ഞങ്ങൾ ടോട്ടൽ 5 ആളുണ്ട്, പക്ഷെ ഞങ്ങളെ പിസ്സ 4 പീസേ ഉള്ളൂ. ഷെയർ മെൻറ്റാലിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഷെയർ ചെയ്ത് പിന്നെ ഒരു ടാറ്റയും കൊടുത്തിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചു.